ദൈവിക നടത്തിപ്പിന്റെ 20 വർഷങ്ങൾ 20 years ഓഫ് ഗോഡ്സ് ഗൈഡൻസ്. 2005 ഏപ്രിൽ മാസത്തിൽ നെല്ലിക്കുന്ന് RGLP സ്കൂളിൽ വെച്ച് നടന്ന 5 ഡേ VBSൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ സഹോദരൻ ഹെബ്രോൻ സാമുവലിന്റെയും സഹോദരി ജോളി ജേക്കബിന്റെയും ഹൃദയത്തിൽ ഒരേ സമയം ഉണ്ടായ ദൈവിക നടത്തിപ്പിന്റെ അനന്തരഫലമായിട്ടാണ് ഹെബ്രോൻ ചിൽഡ്രൻസ് ക്ലബിന് ആരംഭം കുറിച്ചത്. തുടർന്ന് 2005 മെയ് 5-ാം തീയതി കാച്ചേരി ശ്രീ രാജന്റെ ഭവനത്തിൽ വെച്ച് ചിൽഡ്രൻസ് ക്ലബിന് ആരംഭം കുറിച്ചു. ചിൽഡ്രൻസ് ക്ലബിന്റെ ആരംഭം തികച്ചും ദൈവികവും അത്ഭുതവും ആയിരുന്നുവെന്ന് പ്രാരംഭ ദിവസത്തെ അനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. കഴിഞ്ഞ 20 വർഷങ്ങളിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മറക്കാനാവാത്ത ഓർമ്മകൾ ചിൽഡ്രൻസ് ക്ലബിനോടുള്ള ബന്ധത്തിലുണ്ട്. അതിലേറ്റവും ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ക്ലബിന്റെ 1ാമത്തെ ദിവസം തന്നെയാണ്. ചിൽഡ്രൻസ് ക്ലബ് തുടങ്ങുന്നതിന് മുന്നുള്ള ദിവസങ്ങളിൽ ആ പ്രദേശങ്ങളിലുള്ള വീടുകളെല്ലാം കയറി അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇൻവിറ്റേഷൻ കൊടുത്ത് ചിൽഡ്രൻസ് ക്ലബിന്റെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. പക്ഷെ ആദ്യം നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളൊന്നും തന്നെ കടന്നു വന്നിട്ടില്ല. ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു, ഇനി ഇവിടെ ചിൽഡ്രൻസ് ക്ലബ് നടത്താനായിട്ട് സാധിക്കുമെന്ന്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഓരോ കുഞ്ഞുങ്ങൾ ചിൽഡ്രൻസ് ക്ലബിലോട്ട് കടന്നു വരാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് ഏകദേശം 80ഓളം കുഞ്ഞുങ്ങൾ ചിൽഡ്രൻസ് ക്ലബിൽ പങ്കെടുത്തു. തുടർന്ന് പലപ്പോഴും ചിൽഡ്രൻസ് ക്ലബിലെ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലൊക്കെ ഏറ്റുകുറിച്ചിലുകൾ വന്നിരുന്നെങ്കിലും ഈ അവസാനം ഈ ഓൺലൈൻ ചിൽഡ്രൻസ് ക്ലബ് വരെ വന്ന് നിൽക്കുമ്പോൾ ഏകദേശം 60-ലധികം കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കാനായിട്ട് ഇപ്പോഴും ഇടയാക്കുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് 2009 തൃശൂർ സെന്റർ ക്യാമ്പില് ഞങ്ങളുടെ ചിൽഡ്രൻസ് ക്ലബും മത്സരിക്കാനായിട്ട് ഇടയായി തീർന്നു. ആവേശത്തോടുകൂടെ വേദ മത്സരങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുകയും തൃശ്ശൂരുള്ള മറ്റ് സ്ഥലം സഭകൾക്കൊപ്പം അനേക സമ്മാനങ്ങൾ ഞങ്ങളുടെ ഈ കൊച്ചു ചിൽഡ്രൻസ് ക്ലബും വാരികൂട്ടി എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഇപ്പോഴും ഓർക്കുന്നു. തുടർന്നുള്ള 5 വർഷങ്ങളിൽ അനേകം കുഞ്ഞുങ്ങൾ ഈ ഭവനത്തിൽ കടന്നുവന്ന് ദൈവവചനം പഠിച്ചു. കാച്ചേരി പ്രദേശത്ത് തന്നെ പാർക്കുന്ന സഹോദരി ലാലിനി ജോൺസന്റെ ഭവനത്തിലായിരുന്നു 2010 മുതൽ 2013 വരെയുള്ള കാലയളവിൽ ചിൽഡ്രൻസ് ക്ലബ്ബ് അനുഗ്രഹകരമായി നടന്നത്. ഹെബ്രോൻ ചിൽഡ്രൻസ് ക്ലബ്ബിൽ അന്നുവരെ ഉണ്ടായിരുന്ന അധ്യാപകർക്കൊപ്പം മറ്റതിഥികളായി എത്തിയ അധ്യാപകരും കുട്ടികളെ പാട്ടുകളും വചനവും പഠിപ്പിക്കുന്നതിനായി കടന്നു വന്നു. എൻ്റെ പേര് ലാലിനി ജോൺസൺ. ചിൽഡ്രൻസ് ക്ലബ്ബിൽ ടീച്ചറായി 3 വർഷം. ഞങ്ങളുടെ ഭവനത്തിൽ ഉള്ള ദിവസങ്ങൾ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ ടീച്ചറായി പഠിപ്പിച്ചുവെങ്കിലും എനിക്ക് കുട്ടികളെ ശ്രദ്ധിക്കുവാനും കുട്ടികൾക്ക് വചനത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് ആ ഒരു ചിൽഡ്രൻസ് ക്ലബ്ബ് മുഖാന്തരം എനിക്ക് ഇടയായി തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ ആ വർഷങ്ങളിൽ കുറച്ച് പേർ രക്ഷിക്കപ്പെടുന്നതിനും കർത്താവിനെ അറിയുന്നതിനും ഇടയാക്കി. അത് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. കുട്ടികളെ വചനം പഠിപ്പിക്കുവാനും മെയിനായിട്ട് പാട്ട് പഠിപ്പിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ വചനവും പഠിപ്പിച്ച് കുട്ടികളെ ചിൽഡ്രൻസ് ക്ലബിലേക്ക് നയിക്കുവാനും എനിക്ക് ഇടയായിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ദൈവത്തെ ഒളിച്ചൊരു കാര്യവും മഞ്ഞിൽ, ദൈവത്തെ ഒളിച്ചൊരു കാര്യവും മഞ്ഞിൽ ചെയ്യാൻ കഴിയാ കേട്ട കൂട്ടരെ. ഈ കാലഘട്ടങ്ങളിലെല്ലാം ചിൽഡ്രൻസ് ക്ലബിന്റെ ആനിവേഴ്സറി നടന്നത് കാച്ചേരിയിലുള്ള ഗ്രാമസഭ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. കുട്ടികളും അവരുടെ മാതാപിതാക്കളും അടങ്ങുന്ന നല്ലൊരു കൂട്ടം പ്രസ്തുത യോഗങ്ങൾക്ക് സാക്ഷിയായി. 2013-16 വർഷങ്ങളിൽ ചിൽഡ്രൻസ് ക്ലബ്ബ് കൂടി വന്നത് കാച്ചേരിയിൽ താമസിക്കുന്ന പാസ്റ്റർ രാജമണിയുടെ ഭവനത്തിൽ വെച്ചായിരുന്നു. ആ ഭവനത്തിന്റെ 3-ാം നിലയിലേക്കുള്ള ഹാളിലേക്ക് ദീർഘമേറിയ പടിക്കെട്ടുകൾ കയറി കുരുന്നുകൾ ആവേശത്തോടെ കടന്നുവരുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. 2016 മുതൽ 2020 വരെയുള്ള വർഷങ്ങളിൽ ചിൽഡ്രൻസ് ക്ലബ്ബ് കൂടി വന്നത് നെല്ലിക്കുന്ന് NRC ബസ് സ്റ്റോപ്പിന് സമീപം കൊള്ളന്നൂർ KP ജേക്കബ് സഹോദരന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ജോളി ജേക്കബ്. 2014 തൊട്ട് നമ്മുടെ വീട്ടിൽ ഹെബ്രോൻ ചിൽഡ്രൻസ് ക്ലബ്ബ് എല്ലാ സാറ്റർഡേയ്സും 4 മണി തൊട്ട് 5:30 വരെ നടത്താനായിട്ട് ദൈവം സഹായിച്ചു. അത് കോവിഡിൻ്റെ സമയം വരെ 2019 വരെ വളരെ അനുഗ്രഹമായിട്ട് നടക്കാനായിട്ട് ദൈവം അനുവദിച്ചു.
ധാരാളം കുട്ടികൾ വന്നു ചേരുമായിരുന്നു. ഞങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ട് ബൈബിൾ ലെസൺസ് ശരിയായിട്ട് അവരെ പഠിപ്പിച്ചു. പാട്ടുകൾ, മെമ്മറി വേർഡ്സ്, അതുപോലെ കഥകൾ, ബൈബിൾ കഥകളാണ് അധികവും പഠിപ്പിക്കുമായിരുന്നത്. എല്ലാവരും മാറി മാറി ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അനേക കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയാൻ ഇടയായിട്ടുണ്ട്. മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് VBSഉം 6 വർഷക്കാലത്തോളം ഈ കോമ്പൗണ്ടിൽ തന്നെ നടത്താനായിട്ട് ദൈവം അനുവദിച്ചു. ധാരാളം കുഞ്ഞുങ്ങൾ എല്ലാ വർഷവും 300-ലധികം കുഞ്ഞുങ്ങൾ വന്നു ചേരുവാനിടയായി. ലീഡേഴ്സിനെ ഞങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടി. ബ്രദർ ധർമ്മരാജ് ബ്രദർ, അതുപോലെ ജെയ്സൺ ബ്രദർ, അവരൊക്കെയായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത്. ഏറ്റവും അനുഗ്രഹമായിട്ട് VBSഉം 6 വർഷത്തോളം നടക്കാനായിട്ട് ദൈവം അനുവദിച്ചു. ധാരാളം കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയാനിടയായി. മാത്രമല്ല വളരെയധികം ആത്മീയ സന്തോഷവും അങ്ങനെ ദൈവത്തെ അറിഞ്ഞ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഇടയായെന്ന് പിന്നീട് ഞങ്ങൾ അറിയാൻ സാധിച്ചു. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ വിവിധ സ്ഥലസഭകളിൽ സ്നാനപ്പെട്ട് ദൈവ കൂട്ടായ്മയിൽ ആയിരിക്കുന്നു. അതും വളരെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. പക്ഷേ കോവിഡ് വന്നത് മുഖാന്തരമാണ് 2019 പിന്നെ ഒരുമിച്ച് കൂടാനൊന്നും സാധിച്ചില്ല. എങ്കിലും ദൈവകൃപയാൽ വീണ്ടും ഓൺലൈനിൽ കൂടെ ആ കാര്യങ്ങൾ എത്രത്തോളം ഈ 2025 വരെയും മാർച്ച് വരെ നടക്കാനായിട്ട് ദൈവം അനുവദിച്ചു. എല്ലാറ്റിൻ്റെ പുറകിലും ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അനേക കുഞ്ഞുങ്ങൾ കർത്താവിനെ കുറിച്ചറിയാനും ചില കുഞ്ഞുങ്ങളൊക്കെ കർത്താവിനെ സുന്ദരസ്ഥാവായി സ്വീകരിക്കുവാനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ദൈവനാമത്വത്തിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ജേക്കബ് സഹോദരന്റെ വീട്ടിൽ വെച്ച് ചിൽഡ്രൻസ് ക്ലബ്ബ് നടക്കുമ്പോൾ തന്നെ 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ പടവരാട് പ്രദേശത്ത് അവിടെയുള്ള കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തിക്കൊണ്ട് ഒരു ചിൽഡ്രൻസ് ക്ലബ്ബ് പടവരാട് അങ്കനവാടിയുടെ ടെറസിൽ നടത്തുവാൻ ദൈവം സഹായിച്ചു. സഹോദരൻ TT ജോയ് കുടുംബമായും സഹോദരി പ്രീത പ്രിയനും ഇവിടെയുള്ള ചിൽഡ്രൻസ് ക്ലബിന് നേതൃത്വം നൽകി. തുടർന്ന് 2020 ലോകവ്യാപകമായി ബാധിച്ച കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ചിൽഡ്രൻസ് ക്ലബ്ബ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതായി വന്നു. എങ്കിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സൂം മാധ്യമത്തിലൂടെ 2021 ജൂൺ മുതൽ ചിൽഡ്രൻസ് ക്ലബ്ബ് പുനരാരംഭിച്ചു. Are you ready? Yes, yes, ready. കേരളത്തിൽ നിന്നു മാത്രമല്ല, ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില കുഞ്ഞുങ്ങളും ചിൽഡ്രൻസ് ക്ലബിന്റെ ഭാഗമായി മാറി. ആദ്യ 3 വർഷങ്ങൾ ബ്രദറൻ സൺഡേ സ്കൂൾ പാഠാവലിയിലെ 3, 4, 5 ക്ലാസുകളുടെ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ നടന്നത്. 2024-25 അധ്യയന വർഷത്തിൽ പഴയ നിയമത്തെ അടിസ്ഥാനമാക്കി പ്രത്യേകാൽ തയ്യാറാക്കിയ പാഠ്യപദ്ധതി പ്രകാരമുള്ള ക്ലാസുകളും നടന്നു. ഏകദേശം 65ഓളം കുഞ്ഞുങ്ങൾ തുടർമാനമായി ചിൽഡ്രൻസ് ക്ലബ്ബിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 20 വർഷത്തെ ചിൽഡ്രൻസ് ക്ലബിന്റെ നാൾവഴികളിൽ ഞങ്ങൾക്കൊപ്പം നിന്ന കുഞ്ഞുങ്ങളെ ദൈവവചനം അഭ്യസിപ്പിക്കുന്നതിൽ സഹായിച്ച അധ്യാപകരെ വിസ്മരിക്കാനാവില്ല.
ചിൽഡ്രൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ചിൽഡ്രൻസ് മീറ്റ്, മാതാപിതാക്കളുടെ സംഗമം, SSLC +2 അവാർഡ് വിതരണം, സൗജന്യ പഠനോപകരണ വിതരണം, ചിത്രരചനാ മത്സരം, കുടുംബസംഗമം, വൃദ്ധസദന പ്രോഗ്രാമുകൾ, കൺവെൻഷൻ, സ്പെഷ്യൽ സ്കൂൾ പ്രോഗ്രാം എന്നിങ്ങനെയുള്ള നിരവധി ശുശ്രൂഷകൾ ദൈവസഹായത്താൽ സാധ്യമായി. 2014 മുതൽ തുടർച്ചയായി 2019 വരെയും 2023 വിവിധ സ്ഥലങ്ങളിൽ ചിൽഡ്രൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ VBSകൾ നടന്നു. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ 2021-2022 വർഷങ്ങളിൽ ഓൺലൈൻ VBSും നടത്തുവാൻ ദൈവം സഹായിച്ചു. യഥാർത്ഥത്തിൽ ഒരു ഫ്രീഡം ഉണ്ട്. അങ്ങനെയൊക്കെ ഫ്രീഡം ഉണ്ടോ അവിടെ? ആ ഫ്രീഡത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഒരു അങ്കിൾ. ഹായ്, എൻ്റെ പേര് അൽജോ. ഞാൻ കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട് ഹെബ്രോൺ ചിൽഡ്രൻസ് ക്ലബ്ബിലെ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ഈ ചിൽഡ്രൻസ് ക്ലബിൻ്റെ ഭാഗമായിട്ടും കഴിഞ്ഞ നാളിൽ നടന്ന VBSൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. തുടർന്ന് ഞാൻ സ്നാനപ്പെട്ടു. സാമൽ ബ്രദറുടെ നേതൃത്വത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 2017 ഓഗസ്റ്റ് 21 തീയതിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. തുടർന്ന് 3 വർഷത്തിനുള്ളിൽ ഞാൻ സ്നാനെടുത്തു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു വലിയൊരു കൂട്ടായ്മയായിരുന്നു ഹെബ്രോൺ ചിൽഡ്രൻസ് ക്ലബ്ബ്. മറ്റുള്ള VBS അപേക്ഷിച്ച് ഒത്തിരി എൻഗേജിങ് ചെയ്യിക്കുന്നതായിരുന്നു SPS VBS. ഒത്തിരിയധികം സമ്മാനങ്ങളും ഒത്തിരി ഗെയിംസും. അതായത് VBSന് പങ്കെടുത്താൽ അത് തീരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് വളരെയധികം അറ്റാച്ച്ഡ് ആണ് എല്ലാ ലീഡേഴ്സിൻ്റെ അടുത്തും. അതായത് നമ്മുടെ അപ്പനോടെന്ന പോലെ സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള അതുപോലെയായിരുന്നു അവർ നമ്മളോട് പെരുമാറുന്നത്. സ്വന്തം മക്കളെ പോലെ കണ്ട് ട്രീറ്റ് ചെയ്ത് ഭക്ഷണം തന്ന് അത്രയും കെയർ ചെയ്തിരുന്നവര് വളരെയധികം സന്തോഷത്തിൽ കൊണ്ടു നടക്കാൻ അവർക്ക് ദൈവം സഹായിച്ചു. അവരെ ദൈവം ഇനിയും വഴി നടത്തട്ടെ, കൃപ നൽകട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചിൽഡ്രൻസ് ക്ലബിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് VBSകൾ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെയുള്ള VBSകൾ ഇനി ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. വളരെയധികം അധ്വാനം ഈ VBSന് വേണ്ടിയിട്ട് ഇതിന്റെ വോളണ്ടിയേഴ്സ് എടുക്കാറുണ്ട്. കാരണം VBS തുടങ്ങുന്നതിന്റെ തലേദിവസം പാതിരാത്രി വരെ അവരുടെ ഒരു അധ്വാനം ഉണ്ടാവാറുണ്ട്. അന്ന് വളരെ ക്ഷീണിതരായിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിലും പിറ്റേ ദിവസം രാവിലെ VBSലെ രജിസ്ട്രേഷൻ കൗണ്ടറിലുള്ള കുഞ്ഞുങ്ങളുടെ തിരക്കെന്ന് പറയുന്നത് ഞങ്ങൾ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം അനേക കുഞ്ഞുങ്ങൾ ഈ VBSകളിലെല്ലാം പങ്കെടുക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അത് മാത്രമല്ല VBSലെ ഓരോ സെക്ഷനും അത്രയും എന്താ പറയാ വളരെ വിശേഷത ഏറിയതായിരുന്നു. മെയിൻ ലെസൺസ് ഒക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ ഒന്നുപോലും വ്യതിചലിക്കാതെ എല്ലാവരെയും ഒരേപോലെ ശ്രദ്ധിക്കുന്ന രീതിയിൽ പല പല ആക്ടിവിറ്റികളിൽ കൂടെ സ്കിറ്റുകളിലൂടെ എല്ലാമാണ് കുഞ്ഞുങ്ങൾക്ക് മെയിൻ ലെസൺസ് പറഞ്ഞു കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ആവേശകരമായിട്ടുള്ള ആക്ഷൻ സോങ്ങുകൾ അതെല്ലാം വളരെ അനുഗ്രഹമായി നടന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അതേപോലെ തന്നെ VBS കഴിയുന്നതിന്റെ തലേ ദിവസം പാതിരാത്രി വരെയുള്ള സമ്മാനങ്ങൾ പാക്ക് ചെയ്യുന്നതും അതെല്ലാം മറക്കാനാവാത്ത സംഭവങ്ങൾ തന്നെയാണ്. അവസാനം VBS കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് പിരിയുമോ VBS കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു വലിയൊരു സങ്കടം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്നത് ശരിക്കും ഈ VBSകൾ തന്നെയാണ്. അനേക കുഞ്ഞുങ്ങൾ ഈ VBSലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പൊ ദൈവവചനം പഠിക്കാനൊന്നും അല്ല കടന്നു വന്നിരുന്നതെങ്കിലും ഒരുപക്ഷെ സമ്മാനങ്ങളും സ്നാക്സുകളും ഒക്കെ ആഗ്രഹിച്ച് വന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ പ്രത്യക്ഷമായിട്ട് കർത്താവിനെ അറിഞ്ഞ അനേക കുഞ്ഞുങ്ങളെ ഈ VBSകളിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. തൃശ്ശൂർ ടൗണിന്റെ പല ഭാഗങ്ങളിൽ നമ്മൾ പോകുമ്പോൾ VBSന് ഞങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞ് വരുന്ന അനേക കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പൊ ഈ VBSകളൊക്കെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. आसमान क्यों नीला है, पेड़ी क्यों हरे, मछलियां मुड़ती नहीं पर कूदे पानी में. പുതിയ പാട്ടു പാടിടാം, हालेलुया, പുതിയ ജീവൻ തന്നു യേശു. हालेलुया, പുതിയ പാട്ടു പാടിടാം, हालेलुया, പുതിയ ജീവൻ തന്നു യേശു. हालेलुया.
ഇനി പൈസ എന്താ? രാവിലെ വലിയ കയറി വന്നത് ഒരു ഭിക്ഷക്കാരനാണ്. ഇവരുടെ കയ്യിലൊക്കെ പൈസ, ഇന്നത്തെ കണി മോശമാണ്. രാവിലെ വരുമ്പോ Surrounded by waves of your mystery, Lord, show me what you want me to be. Let's go deep, 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 deep as the ocean blue. Deep, 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 deep in my faith with you. Deep, 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 deep in my heart I see your love is endlessly deeper than the sea. ഈ ചിൽഡ്രൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൂടെ അനേക കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയുവാൻ ഇടയായത് ദൈവനാമ മഹത്വത്തിനായി അറിയിക്കുന്നു. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ചിൽഡ്രൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളെയും പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ നിങ്ങളെ ഏവരെയും ആഹ്വാനം ചെയ്തുകൊള്ളുന്നു. ദൈവനാമ മഹത്വത്തിനായി തുടർന്നും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ മുന്നേറാം. ദൈവവചനം ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ.